ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ ഗൈഡൻസ് എന്താണ്? ആദ്യം തന്നെ നമുക്ക് പ്രിൻസസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും. അതായത് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ മുന്നോട്ട് വരികയാണ്. ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിലെ എനർജി ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഈ എനർജിയെ നിലനിർത്താൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാൻ കഴിയുന്നു. ഒരു അതോറിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കുന്നു. അതനുസരിച്ച് നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണോ, കൂടുതലായിട്ടും നിങ്ങളുടെ ഗൈഡൻസ് തേടാൻ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ മുൻപന്തിയിൽ നിൽക്കാൻ അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ കാണാത്ത ഒരു തരം എനർജി നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ അതിന് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് വരണം എന്നുള്ള ഒരു വിചാരം നിങ്ങൾക്കുണ്ടാവും. അത് ഏതൊരു തരത്തിലായാലും നിങ്ങൾ പലരും വിചാരിക്കുന്ന എന്താണ്, ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കുന്ന എനർജിയിലേക്ക് വരാനാണ് പലരും ശ്രമിക്കുന്നതെന്നാണ് കാണുന്നത്. ഈ ശ്രമിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് അത് വരാനും സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കുന്ന വ്യക്തി എപ്പോഴും അവസരങ്ങളെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളാണ് അവസരങ്ങളെ തേടിപ്പിടിക്കുന്നത്. മനസ്സിലായി? തേടി എത്തുന്നതിൽ തേടി പിടിക്കുക, അവസരങ്ങളെ തേടി പിടിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള അടങ്ങാത്ത ആവേശം, എനിക്ക് വിജയിക്കണം. അപ്പൊ അങ്ങനെ വിജയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാറാൻ കഴിയുന്നു എന്ന് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാനും സാധിക്കുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായാലും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയുന്നു. അതായത് ഫ്രീഡം അനുഭവിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടല്ലോ, അതൊരു സ്ഥാനം തന്നെയാണ്, വല്ലാത്തൊരു സ്ഥാനം തന്നെയാണ്. അത് മുൻപന്തിയിലേക്ക് നിങ്ങൾക്ക് കടക്കാനും സാധിക്കുന്നത് ഈ ഒരു സ്ഥാനം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഫ്രീഡം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഫ്രീഡം തന്നെയാണ്. അതില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മളെ താഴ്ത്തിക്കെട്ടുന്ന എനർജി, നമ്മുടെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അവിടെ തന്നെ മനപ്രയാസത്തോടുകൂടി സങ്കടത്തോടുകൂടി ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് പല കാര്യങ്ങളിലേക്കും ഇറങ്ങി പുറപ്പെടാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലരുടെയും എനർജിയാണ് ഇത്. ഫോർ ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും മുൻപന്തിയിൽ വരാനും സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ഥായിയായ ഒരു ലൈഫ് നിങ്ങൾ തന്നെ നേടിയെടുക്കുന്നതാവാം. നിങ്ങൾ പരിശ്രമിച്ച് നേടിയെടുക്കുന്ന ഒരു ലൈഫ്, അത് സ്ഥായിയായിട്ട് ഉള്ളത്, സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു.
ഇതുവരെയും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്ഥിരത വേണം, അങ്ങനെ അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം കൊണ്ട് ഒന്നും നടക്കില്ല, അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് മുന്നോട്ട് വരാൻ തുടങ്ങുന്നു. ഇവിടെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് മടിയില്ല, അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ജോലിയാവാം, ചിലപ്പോൾ വീടാവാം, മറ്റ് വിവാഹ കാര്യങ്ങളിലുള്ള തീരുമാനമാകാം. അങ്ങനെ ഏത് കാര്യമായാലും നിങ്ങൾക്ക് ഇവിടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. 1111 നമ്പർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ലെയിം ചെയ്തേക്കണം. ഇവിടെ 1111 ആണ് വന്നിരിക്കുന്നത്. ഇത് ഏഞ്ചലിന്റെ മെസ്സേജ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു. എങ്ങനെയുള്ള മാറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു മാറ്റമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന എനർജിയാണ്. അവിടെ ഉള്ളു പരിശുദ്ധമായിട്ട് വരുന്ന ഒരു എനർജിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിച്വലി അവേക്കണാവുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥായി ഭാവം നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സന്തോഷത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സാധിക്കൂ. ഈ ഒരു സന്തോഷം അനുഭവിക്കണമെങ്കിൽ, സ്റ്റെബിലിറ്റിയിലൂടെ വരുന്ന സന്തോഷം അനുഭവിക്കണമെങ്കിൽ അനാവശ്യ കാര്യങ്ങളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയമാണെന്നും കാണുന്നു. ഇവിടെ 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം പല ആൾക്കാരും തീരുമാനമെടുക്കാൻ പറ്റാതെ കുഴങ്ങിയിരിക്കുന്ന ഒരു അവസരമാണ് ആയിരിക്കണം ഇപ്പോൾ. ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനം എടുക്കണം, പക്ഷെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, മുന്നോട്ട് വരാൻ കഴിയുന്നില്ല, കണ്ണുകൾ കെട്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറന്ന കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന എനർജി, ഒന്നും മനസ്സിലാകാത്ത എനർജി, അതാണ് പറയുന്നത്. അല്ലാതെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, ഒന്നും മനസ്സിലാകാത്ത ഒരു എനർജി. മനഃപൂർവ്വം കണ്ണിനെ ബന്ധിച്ചു വെച്ചിരിക്കുന്നു, മനഃപൂർവ്വം മനസ്സിനെ ബന്ധിച്ചു വെച്ചിരിക്കുന്നു. കാരണം റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഇല്യൂഷനിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ, കാര്യങ്ങളുടെ നിജസ്ഥിതി യാഥാർത്ഥ്യത്തെ അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ പലരും ആരെങ്കിലുമൊക്കെ ഈ ഒരു അവസ്ഥയിലാണ്, ഈ ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്, ഒരുപാട് സന്തോഷത്തിലേക്ക് വരുന്ന എനർജി ഉണ്ട്. നിങ്ങൾക്കിവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മാത്രം മതിയാകും. കുറച്ചൊന്ന് മനസ്സിനെ കോൺഫിഡന്റ് ആക്കി കൊണ്ടുവരണം, മനസ്സിലായി? ആ ഒരു എനർജിയാണ് ഇവിടെ അത്യാവശ്യം. കോൺഫിഡൻസ് എന്ന് പറയുന്നതുണ്ടല്ലോ, വളരെ അത്യാവശ്യമാണ്. ഇല്ലാതെ ഒന്നും ഒരു വിജയവും നേടിയെടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഇവിടെ എംപ്രസിന്റെ എനർജിയാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം വിജയം നേടിയെടുക്കാൻ സാധിക്കും. പറഞ്ഞില്ലേ, വിജയം നേടുന്ന ഒരു വ്യക്തി എപ്പോഴും അവസരങ്ങളെ കണ്ടുകൊണ്ടിരിക്കും, നിരന്തരം അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മനസ്സ് കുഴങ്ങി നിൽക്കേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം അവസരങ്ങളെ പറ്റി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ് എംപ്രസ് എന്ന് പറയുന്നത്, മനസ്സിലായത്? എന്നിട്ടോ ആ ചിന്തിക്കുന്ന കാര്യത്തെ പ്രാവർത്തികമാക്കാനും ശ്രമിക്കും. ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോടും അത് പറയാതിരിക്കുക, രഹസ്യമാക്കി തന്നെ വെക്കണം. മുൻകൂട്ടി ആരോടും ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടോ, അത് ഒരിക്കലും ആരോടും അത് പറയാൻ പാടില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മുൻകൂട്ടി ആരോടും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ടെങ്കിൽ അത് രഹസ്യമാക്കി തന്നെ വെക്കണം, മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ രഹസ്യമാക്കി തന്നെ വെക്കണം എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിലേക്ക് വരാൻ കഴിയുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒരു കഴിവ് അത്യാവശ്യമാണ്. ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു കഴിവാണ് എംപ്രസിന്റെ കഴിവെന്ന് പറയുന്നത്.
മനസ്സിലായി. ഐശ്വര്യത്തിലേക്കും പ്രോസ്പെറിറ്റിയിലേക്കും അബണ്ടൻസിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും വരുമ്പോൾ എന്താണ് ഒരു ഗുണം ഉണ്ടാകുന്നത്? മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഒരു ഹീലിംഗ് പവർ ഉണ്ടാവുന്നുണ്ട്. ആ ഹീലിംഗ് പവർ എന്തുവാണ്? നല്ലതുപോലെ പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ്. അതായത് ദൈവാനുഗ്രഹമാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് മഹാറാണിയായിട്ട് മഹാരാജാവായിട്ട് വാഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. നിങ്ങളുടെ എനർജി തന്നെയാണിത് കേട്ടോ. അപ്പൊ ഈ ഒരു എനർജി വരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങൾ സ്വയം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നിങ്ങൾ നേടിയെടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനം ലഭിക്കുന്നതും. ടു ഓഫ് വാൻസിന്റെ എനർജിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. ടു ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ആവേശത്തോടു കൂടി ഒരു കാര്യത്തിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർത്ത് വെച്ചിട്ടുണ്ടാവാം, തയ്യാറെടുത്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ജോലിക്കാവാം, അല്ലെങ്കിൽ ചില കോഴ്സുകൾ പഠിക്കുന്നതിനാവാം. അതൊക്കെ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടാവണം കാത്തു നിൽക്കുന്നത്. അതിൻ്റെതായ പരിണത ഫലത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഫലം നിങ്ങളിലേക്ക് ചിലപ്പോൾ വന്നു ചേരാനുള്ളതാണ്. കാരണം ഇവിടെ എംപ്രസിന്റെ എനർജി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം തരുന്നതാണെന്ന് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധ്യമാവുകയും ചെയ്യും എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. പ്രിൻസസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരുപാട് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് പലർക്കും. ഈ സമയത്ത് പലർക്കും ഒരുപാട് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായി. ഇമോഷണലി കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആവുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളം കൂടെ പരിശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ സെൽഫ് ലവ് ചെയ്യുന്നവരുണ്ടാവാം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കണം. കാരണം ഇവിടെ ഇമോഷണലി ഹൈ എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതിനെ ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു വ്യക്തി, ചിലപ്പോൾ ഏതോ ഒരു സാഹചര്യമാവാം, ഏതൊരു വ്യക്തിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയാവാം നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾ വളരെയധികം തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിവിടെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ക്വാർട്ടർ മൂണാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഫുൾ ആവുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. ഇവിടുന്ന് ക്രമേണ മാറ്റം വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ക്രമേണ ഇത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. വേൾഡാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല? എല്ലാ കാര്യങ്ങളും പരിസമാപ്തിയിലെത്തിക്കുക, എല്ലാം അതിന്റെ സഫലതയിലെത്തുന്ന ഒരു സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും ഒരു സഫലതയിലെത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നുണ്ട്. വിദേശത്ത് പോയി പഠിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് അത് സാധ്യമാകും. നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അന്യരാജ്യങ്ങളിലായിരിക്കാം. ആ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ആഗ്രഹം സഫലമാകുന്നു എന്ന് കാണുന്നുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഡബിൾ കാർഡാണ്. ഡബിൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇത് ഇവിടെ ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ വിചാരിച്ചിരിക്കാതെ ആരുടെയെങ്കിലും പ്രലോഭനത്തിൽ അടിമപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ മറ്റ് ചില ശക്തികൾ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. ചില എനർജീസ് നിങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ടാവാം. നിങ്ങൾ വളരെയധികം മൈൻഡ് പോസിറ്റീവാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും അവിടെ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ
ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എനർജിക്ക് അടിമപ്പെടാൻ പാടില്ല. മനസ്സിലായി? ഇതിന് വശംവദരാകരുത്. വളരെയധികം ചിന്തിച്ചുകൊണ്ട് വേണം മുന്നോട്ട് തീരുമാനമെടുത്തു വരാൻ. അനാവശ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ആക്രോശിച്ച് സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. നമുക്കിന്ന് ഏഞ്ചലിന്റെ മെസ്സേജ് കൂടി എടുക്കാവേ. ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? വെള്ളിയാഴ്ചയല്ലേ? ദേവിയുടെ അനുഗ്രഹമായിട്ട് നമുക്ക് നോക്കാം. ഇൻ ദ നിയർ ഫ്യൂച്ചർ, നിങ്ങളോട് ഭദ്രകാളി ദേവിയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ദേവിയുടെ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് വന്നിരിക്കുന്നത്. അടുത്ത സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ എംപ്രസിന്റെ എനർജി വരാം, അബണ്ടൻസ് പ്രോസ്പെറിറ്റി വർദ്ധിച്ചു വരാം, അതുപോലെ തന്നെ ഇവിടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി വരാം. ഇവിടെയൊക്കെ വളരെ നല്ല എനർജീസ് ആണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അതോറിറ്റി പവർ ലഭിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അല്ല എങ്കിൽ ദേവിയുടെ മെസ്സേജ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇതായിട്ട് എന്താണ് ഭദ്രകാളി ദേവി നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഒന്ന് നോക്കാം. ലെറ്റ് ഗോ. ദേവി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യാം എന്നാണ്. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾക്കിവിടെ ലെറ്റ് ഗോ ചെയ്യാം എന്നാണ് ദേവി പറയുന്നത്. കണ്ടില്ലേ? ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ ചിലപ്പോൾ ടോക്സിക് ആണത്, നിങ്ങളെ ഒരുപാട് ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. മനസ്സിലായി? ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനോട് നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരുപാട് ദുഃഖം സഹിച്ചിങ്ങനെ കഴിയുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിന് ധൈര്യമില്ലാഞ്ഞിട്ടാണ് നിങ്ങൾ എവിടെയും കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. മനസ്സിലായോ? അതുപോലെ അനാവശ്യകരമായ ബന്ധങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് വേണ്ടെന്ന് വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്നത് എന്താണോ നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടി കുറെ ത്യാഗം സഹിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നത് ഒരിക്കലും നല്ല പ്രവണതയല്ല. അവിടെ നിങ്ങളുടെ സോൾ ഹാപ്പി ആവില്ല. അതാണ് പറയുന്നത്. ദേവി പറയുന്നത് നിങ്ങൾക്ക് വേണ്ടാത്തതിനെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കൂ, ലെറ്റ് ഗോ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. വിട്ടുകളയൂ. ആ ഒരു എനർജിയെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടില്ല. നിങ്ങളൊരു കാര്യം വിട്ടുകളഞ്ഞു, നിങ്ങളൊരു ബന്ധം നിങ്ങൾക്ക് വേണ്ടാത്തതിന് വിട്ടുകളഞ്ഞു നിങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുഹൃത്ത് ബന്ധമായിരിക്കാം, നല്ലൊരു സുഹൃത്തായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിട്ടുകളയാം. ആ എനർജി വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം വീണ്ടും വീണ്ടും ചിന്തിച്ച് നിങ്ങൾ കൂട്ടുന്നതെല്ലാം നെഗറ്റീവായ എനർജിയാണ്. അതുകൊണ്ട് അതിനെ വിട്ടുകളയൂ എന്നുള്ളതാണ് ദേവി പറയുന്നത്. മനസ്സിലായോ? ടേക്ക് ആക്ഷൻ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ടേക്ക് ആക്ഷൻ. അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വരികയാണ് വേണ്ടത്. മനസ്സിലായി? അടുത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാം. അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ. അത് നിങ്ങൾ വളരെയധികം ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മനസ്സിലായി? അല്ലാതെ ഇന്ന് ആക്ഷൻ എടുക്കാം, നാളെ എടുക്കാം, നാളെ ആട്ടെ, മറ്റന്നാളാട്ടെ, എല്ലാം തീർത്ത് വെച്ചിട്ട് എനിക്ക് നാളെ ഒരു തുടക്കം വേണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നാളെ വരുമ്പോഴോ നാളെ വേറെ പല കാര്യങ്ങളാവും. നാളെ വിചാരിക്കുന്നത് എന്താണോ മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ അടുത്ത സൺഡേ ആവട്ടെ, അടുത്ത മൺഡേ ആവട്ടെ. ഇങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനിച്ചോ ആ സമയത്ത് തന്നെ ആക്ഷൻ എടുക്കുക തന്നെ വേണം. അവിടെയാണ് നിങ്ങളുടെ മനസ്സ് കുറച്ചും കൂടെ കോൺഫിഡൻസിലേക്ക് വരുന്നത്. മനസ്സിലായി? ഇഫ് യു ബിലീവ്, നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ദേവി ഇവിടെ പറയുന്നത് ഇന്നത്തെ ദിവസം.
മനസ്സിലായോ? ഇഫ് യു ബിലീവ്, നിങ്ങളിത് വിശ്വസിക്കുകയാണെങ്കിൽ ലുക്ക് ഫോർ എ സൈൻ. നിങ്ങളിതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു സൈൻ കാണാൻ പറ്റും. നിങ്ങളൊരു സൈൻ കാണുന്നുണ്ടാവാം. എന്താണ്? നിരന്തരം ചില സംഖ്യകൾ നിങ്ങൾ കാണുന്നുണ്ടാവാം. 1111, അതുപോലെ തന്നെ 111, 222, ഇങ്ങനെ 333, ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ നിങ്ങൾ കാണുന്നുണ്ടാവാം. അതുപോലെ തന്നെ മുകളിൽ നിന്ന് പക്ഷിത്തൂവൽ അടർന്ന് നിങ്ങളുടെ ദേഹത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റെയിൻബോ കാണാം നിങ്ങൾക്ക്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള ചില ചിത്രശലഭങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന അതൊരു നല്ല സൈനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സൈനുകൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. പ്രപഞ്ചം നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾ അങ്ങ് മുന്നോട്ട് വരുന്നു, നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്, ശരിയായ പാത്തിലാണ്, നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെയുള്ള യാത്രയിലാണ് നിങ്ങളെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്, ഒരു മുന്നറിയിപ്പ് തരികയാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ജീവിതം ഒരുപാട് കാര്യങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ ഒരുപാട് അത് കിട്ടും, സമ്പത്ത് കിട്ടും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളൊന്ന് ശാന്തരാവുക, ഇതെല്ലാം കണ്ട് മുന്നോട്ട് വന്ന് കുറേ കാര്യങ്ങൾ ഒക്കെയും നേടിയെടുക്കുക. അല്ലെങ്കിൽ അതിനു വേണ്ടി അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങളെ, ചെറിയ ചില പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഈ ഒരു സമയത്ത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് വലിയൊരു സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങൊരു വലിയൊരു ജീവിത വിജയം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതല്ല അതിനർത്ഥം. ഇതൊരു തുടക്കം മാത്രം. ഈ തുടക്കത്തിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു പരാജയം സംഭവിച്ചു, എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നെ ചീറ്റ് ചെയ്യാൻ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പരാജയം വന്നത്, എന്തൊക്കെ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെയൊക്കെ അതിൻ്റെതായ സത്യാവസ്ഥ, യഥാർത്ഥ സ്വഭാവം എന്താണ്, ആരാണ് നല്ല വ്യക്തി, ആരാണ് മോശം വ്യക്തി, ഇതൊക്കെ നിങ്ങൾക്ക് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും. അവിടെ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വിജയത്തിലേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.